വികസനത്തിന്റെ പുതുകാലത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴും നിരത്തിലെ കുഴികളിൽ വീണ് മനുഷ്യജീവന് അപകടം സംഭവിക്കുന്നത് പതിവ് വാർത്തയായി മാറുകയാണ്. 1000 വട്ടം ചർച്ച ചെയ്തിട്ടും തുറന്നു തന്നെ കിടക്കുകയാണ് നിരത്തിലെ അപകടക്കുഴികൾ. അളഗപ്പനഗർ പഞ്ചായത്ത് 12, 13 വാർഡുകൾ ഉൾപ്പെടുന്ന കരുവാപ്പടി പൂക്കോട് റോഡ് തകർന്ന് യാത്രാ ദുരിതമേറി. 10 വർഷത്തിലേറെയായി കരുവാപ്പടി പൂക്കോട് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് 2 സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാതയിൽ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രം, മൃഗാശുപത്രി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നിരവധി പേർ ആശ്രയിക്കുന്ന ഈ റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ ഇവിടേക്ക് ഓട്ടം വരാൻ മടി കാണിക്കുകയാണ്. മഴയില്ലാത്ത സമയത്ത് കുഴിയിൽ ചാടിയാണെങ്കിലും ഇരുചക്ര വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാം. മഴക്കാലത്ത് റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഒരു വാഹനത്തിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കരുവാപ്പടി പൂക്കോട് റോഡ് കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് തകർന്നിരിക്കുകയാണ്. നിരവധി സ്കൂൾ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്, മറ്റ് ചെറു വാഹനങ്ങൾ, 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡ് തകർന്നിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് ആ റോഡ് കോറി വേസ്റ്റ് ഇട്ട് അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ആരും ഈ പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതം പരിഗണിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ റോഡ് വികസനം ഇനിയും ഒരുപാട് വൈകും. മഴ മാറി നിന്നാൽ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. റോഡ് നന്നാക്കാതെ വോട്ട് ചോദിച്ച് ആരും ഇതുവഴി വരേണ്ട എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. കരുവാപ്പടി പൂക്കോട് റോഡിൽ റോഡ് തകർന്ന് തരിപ്പണമായതോടെ യാത്ര അതീവ ദുഷ്കരമായി. കാൽനട യാത്ര പോലും അസാധ്യമായ ഈ റോഡിൽ മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും പതിവായിരിക്കുകയാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.